പിന്നെയാണ് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഇറക്കുന്നത്. അവിടുന്ന് ക്ലിക്കായി വരാൻ 2023 ജൂണായി. നല്ലൊരു ട്രെൻഡിങ് ആകുന്ന ആ വീഡിയോ ആണ്, നമ്മുടെ പാക്കാ നേരത്തിൽ ആ വീഡിയോ ആണ്. അത് ക്ലിക്കാവും ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഇനി എൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്കങ്ങനെ വലിയ ഡാൻസ് ഒന്നും കളിക്കാൻ അറിയാൻ പാടില്ല, എന്നെ 1-2 കുഞ്ഞു സാധനമൊക്കെ പഠിപ്പിച്ചിട്ട് എൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കണേ. ഓക്കെ അല്ലേ? പിന്നെ എന്താണ് ഈ ആക്കി അല്ലെങ്കിൽ അക്കി? അയ്യോ അച്ചുക്കുട്ടൻ, അയ്യോ അച്ചുക്കുട്ടൻ, അയ്യോ. ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് ഇട്ടിരിക്കുന്നത് ചിരിക്കാൻ തോന്നുന്നല്ലേ? നല്ല ചിരിയാ, നല്ല അടിപൊളി ചിരിയാ. നമുക്ക് വേണ്ടി ചെയ്യുവോ വീഡിയോ? ആ കുയിലിന്റെ സാധനം അതിലേക്കാണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഞാനിങ്ങനെ റൂട്ട് തിരിച്ച് വരുന്നത് നിനക്ക് ഓരോ കീഴ്വഴക്കങ്ങൾ ഇവിടെ നീ കസേരയിൽ ഉൾപ്പെടെ കേൾക്കേറ്റവും ചിരിയാണല്ലോ മറ്റേ കലഹോണി പറയുന്ന പോലെ. മനുഷ്യന്റെ ഒരു ഇതെന്ന് പറയുന്നത് ചിരിയാണല്ലോ. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ മറന്നു പോകുന്നത് ചിരിക്കാനാണ്. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ, എസ്പെഷ്യലി ഓൺ ഇൻസ്റ്റാഗ്രാം, ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതൊരു വീഡിയോ ഒന്നുമല്ല, ഇടുന്ന എല്ലാ വീഡിയോ മില്യൺ വ്യൂ. സോ ലെറ്റ് മീ വെൽക്കം അച്ചു. വെൽക്കം ടു ദി ഷോ. നന്ദിയുണ്ടേ. എങ്ങനെയാണ് ഈ വിടുന്ന എല്ലാ വീഡിയോസും ട്രെൻഡിങ്ങാ? എല്ലാ വീഡിയോസും ചില ആൾക്കാരുടെയൊക്കെ ആദ്യം വരുന്ന 1-2 വീഡിയോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മന്ത്ലി ബേസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മില്യൺ വ്യൂ ഒക്കെ ഉള്ള വീഡിയോ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോസും മില്യൺ വ്യൂ. എങ്ങനെയാണ് ഇതിൻ്റെ സീക്രട്ട് എന്താ? അത് കാണുന്ന ആൾക്കാർ വേണം നന്ദി പറയാൻ. ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അവര് കാണുന്നത് നല്ലതാണെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവര് ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു. നല്ല വീഡിയോ മാത്രം ചെയ്യാൻ പറ്റുന്നേ? അതിപ്പോ എങ്ങനെ? അതൊരു ഒരു ഫ്ലോയിൽ ചെയ്യുന്നില്ല, ഇതൊക്കെ ചെയ്തങ്ങ് പോകുന്നതാണ്. ഞാൻ ചെയ്യുന്ന എല്ലാം വൈറലാണ്. അങ്ങനെ വിചാരിച്ച് ചെയ്യുന്നല്ലോ. ഇതിപ്പോ എൻ്റെ ഇപ്പൊ ആ ഓഡിയോ കേൾക്കുക, ആ ഓഡിയൻസ് എന്തെങ്കിലും ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാം അങ്ങ് സന്തോഷം കൊണ്ട് വൈറലായി പോകുന്നുണ്ട്. അത് മതി. ശരിക്കും പേര് ഇപ്പം അച്ചു എന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ വെൽക്കം ചെയ്തു. പക്ഷെ ഇൻസ്റ്റയില് ആക്കിന്നാണ്, അക്കി എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും എന്താ പേരെന്താ? ശരിക്കും പേര് അച്ചു എം വിനോജ്. അതാണ് എൻ്റെ ആധാർ കാർഡിലെ പേര്, റേഷൻ കാർഡിലെ പേര്, സർട്ടിഫിക്കറ്റിലെയും പേര്, എല്ലാത്തിലെയും പേര്. പിന്നെ എന്താണ് ഈ ആക്കി അല്ലെങ്കിൽ അക്കി? ആക്കി എന്ന് പറയുന്നത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഹണി സിംഗിന്റെ വീഡിയോ വരുമ്പോഴേക്കും, അപ്പോൾ അവൻ്റെ ഷോർട്ട് എന്ന് വെച്ചാൽ YYHS എന്ന്, അപ്പോൾ യോയോ ഹണി സിംഗ് മനസ്സിലായി. അപ്പം അതേപോലെ ഞാനൊരു ഷോർട്ടാക്കിയൊരു പേരിട്ടതാണ് ഇപ്പം ഇങ്ങനെ ആദ്യത്തെ ആ 4 വാക്കിൽ ആദ്യത്തെ 4 അക്ഷരങ്ങളാണ് AKY. അതിൻ്റെ ഫുൾ ഫോം? അത് ഫുൾ ഫോം എന്ന് വെച്ചാൽ അയ്യോ അച്ചുക്കുട്ടൻ, അയ്യോ. അച്ചുക്കുട്ടൻ, അയ്യോ. അപ്പൊ എനിക്ക് ആ ഫുൾ നെയിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ A എടുത്ത് K എടുത്ത് Y എടുത്ത് അങ്ങനെ ആക്കി. എന്നാൽ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഓഫീസിൽ തന്നെ ഇപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും വിചാരിച്ച അക്ഷയുടെ ഷോർട്ട് ഫോം ആണെന്നാ. എല്ലാവരും ഇപ്പൊ എന്നെ അക്ഷയില്ല, അത് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ഏതാന്ന് തന്നെ, പക്ഷെ പേരും പറയത്തില്ല. എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നത്. എന്നോട് അക്ഷയ ഇപ്പൊ വരും, അക്ഷയല്ല അച്ചു. ഓക്കെ, അപ്പൊ അക്ഷയല്ല അച്ചു ആണ്. എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തേ വീഡിയോ ചെയ്യാനൊക്കെ? തുടക്കം എങ്ങനെയായിരുന്നു? മ്യൂസിക്കലി ടിക്ടോക്കിന്റെ ഫസ്റ്റ് വേർഷൻ ഡെസ്മാഷ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മ്യൂസിക്കലി വരുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് അത് ടിക്ടോക്കുകാരത് ഏറ്റെടുക്കുന്നത്. മ്യൂസിക്കലി ചെയ്തു തുടങ്ങി. മ്യൂസിക്കലിലും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ തന്നെയാണോ ചെയ്തുകൊണ്ടിരുന്നത്? ഈ എക്സ്പ്രഷൻ അല്ല, കൂടുതലും മറ്റേ ഈ ലിപ് സിംഗിങ് ആയിരുന്നു. ലിപ് സിംഗ് ആയിട്ടുള്ള ഈ സിനിമ ഡയലോഗ്സ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ ട്രെൻഡിങ് ആവാറുണ്ടായിരുന്നോ? തീവണ്ടിയിൽ മറ്റേ നമ്മുടെ ടോയിനോ വന്ന് നായിക അടിക്കത്തില്ലേ? അടിക്കുന്നയോ? അങ്ങനല്ല, ഞാൻ നായിക അടിച്ചെന്നല്ല, എന്ത് പറഞ്ഞാലും ഇപ്പൊ സൂക്ഷിക്കണമെന്ന് ആ ഡയലോഗ് ഉണ്ടല്ലോ, ഡയലോഗ്. അപ്പോൾ ഡയലോഗ് ഒരു കൊച്ചെന്ന് വെച്ചാൽ വീഡിയോ ചെയ്തിട്ട് അവള് അടിച്ചിട്ട് ഇവള് കറങ്ങി അങ്ങ് വീട്ടിലുള്ള കൈയും കാലും ഒടിയുന്നൊരു വീഡിയോ ഉണ്ട്. അത് ഞാൻ റീമിക്സ് ഇട്ട്
ഓ ശരി, ഞാനൊരു എൻ്റെ മുറിയുടെ ഒരറ്റത്തുകൊണ്ട് ക്യാമറ വെച്ചിട്ട് ഞാൻ വീട് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന പോലെ ഇന്ന് ഇറങ്ങിപ്പോയിട്ട് അത് പറഞ്ഞിങ്ങനെ ഇതും കൂടെ കൊണ്ടുപോകും. മറ്റേ മോതിരം വലിച്ചറിയില്ല, വലിച്ചിട്ട് ഇതുകൂടെ കൊണ്ടുപോകാൻ പറയും. അപ്പം ഞാൻ അങ്ങ് അവിടെ നിന്ന് അങ്ങ് ഓടി വന്ന് പറന്നു വന്ന് ഇങ്ങനെ ഒറ്റടി. ആ കുട്ടിയാണ് ആദ്യമേ ചെയ്ത് ഇങ്ങനെ അടിച്ചിട്ട് തലയിറങ്ങി വിട്ടിട്ട് കൈ ഓടിയുന്ന പോലെ ഇങ്ങനെ ഞാൻ ഡ്യൂറ്റ് ചെയ്തു. അതാണ് അത് കയറി കൊളുത്തിയത്. അതിനെത്ര കയറിയെന്ന് വീഡിയോ? ആ സമയത്ത് 90K ഒക്കെ കയറിയായിരുന്നു. ആ സമയത്ത് 90K ലൈക്ക് ഒക്കെ കയറി. ടിക്ടോക്കിലുണ്ടായിരുന്നോ? ടിക്ടോക്കിലുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം ഒരു 44K ഫോളോവേഴ്സ് ഒക്കെ ആയപ്പോഴേക്കാണ് ഗവൺമെന്റ് ടിക്ടോക്ക് അങ്ങ് കളഞ്ഞു. അല്ലെങ്കിൽ കുറെ പേര് ഞാനത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളൊന്ന് റീച്ച് ആയി വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് പോയി. പിന്നെയാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ഇറക്കുന്നത്. അവിടെ നിന്ന് ക്ലിക്കായി വരാൻ 2023 ജൂൺ ആയി. 2023 ജൂണിലാണ് ഫസ്റ്റ് വീഡിയോ ട്രെൻഡിങ് ആവുന്നത്. ട്രെൻഡിങ് ആണ്, നല്ലൊരു ട്രെൻഡിങ് ആവുന്ന ആ വീഡിയോ ആണ്. നമ്മുടെ താക്ക നേരത്തിൽ ആ വീഡിയോ ആണ് അത് ക്ലിക്ക് ആവും. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. എവിടെ ഐഡിയ കിട്ടിയ ഒരുപാട് ആൾക്കാർ പാട്ടെടുത്ത് എങ്ങൊന്നും കിട്ടിയല്ലോ. അത് പെട്ടെന്ന് എല്ലാവരും ഇപ്പോഴേക്കും ഭയങ്കര അത് ട്രാൻസിഷൻ വീഡിയോ ആയിട്ട് എല്ലാവരും ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ വെച്ച് ശരി ഞാൻ എന്തുകൂടെ അത് അങ്ങനെ ആയിക്കൂടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ഒരു ഷോട്ട് എടുത്ത് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ഷോട്ടായിരുന്നത്. അപ്പൊ രണ്ട് ഞാൻ ഇട്ട് ഫസ്റ്റ് ടേക്ക് ഞാൻ കണ്ടു. ഫസ്റ്റ് ടേക്ക് എന്ന് പറഞ്ഞ് രണ്ടു വിട്ട് രണ്ടാമത്തെ വീഡിയോ ക്ലിക്ക്. അപ്പൊ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കി എടുത്ത് ഹാർട്ട് ചെയ്ത് അത് പെട്ടെന്ന് കാര്യം ക്ലിക്കായി. ആ സമയത്താണ് ഞാൻ ഇവിടെ മറ്റേ മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കറന്റ് എന്താ ചെയ്യുന്നത്? ഇപ്പൊ പെട്രോൾ പമ്പിൽ നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം. ഞാൻ ഇച്ചിരി ആർട്ടിഫിഷ്യൽ ആക്കി ചോദിച്ചതാ. ഓക്കെ, അമ്പലപ്പുഴയിൽ വർക്ക് ചെയ്യുന്നു. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ജോലി? ഇല്ല, വീട്ടിൽ വരുന്നു, ഫുഡ് കഴിക്കുന്നു, റീൽ ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. രാത്രി പോകുന്നു, റീൽ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പെട്രോൾ പമ്പ് ആണല്ലോ ഇപ്പൊ മെയിൻ സ്പേസ് വീഡിയോ കോണ്ടന്റ് ക്രിയേഷന്റെ. കുറെ വീഡിയോ ഞാനിപ്പോ പമ്പിൽ വെച്ചിട്ട് കണ്ടു. അധികം പമ്പിൽ അങ്ങനെ ചെയ്യുന്നില്ല. അതിപ്പോ പമ്പിൽ എനിക്കിപ്പോ അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പം വീട്ടിൽ ഇപ്പം നൈസായിട്ടിരുന്നേ ചെയ്യത്തുള്ളൂ. പണ്ടെന്ന് വെച്ചാൽ ഈട്ടങ്ങ് വെറുപ്പിക്കുമായിരുന്നു, ആണെന്നവരെല്ലാവരും വെറുക്കുമായിരുന്നു. പക്ഷെ പമ്പിലെ വീഡിയോസ് എല്ലാം ട്രെൻഡിങ്, എല്ലാം മില്യൺ വ്യൂ. കുപ്പി എറിയുന്ന വീഡിയോ ആയിക്കോട്ടെ, എല്ലാം. ഈ ഐഡിയ എവിടുന്ന? ഇതൊക്കെ സാധാരണ ആൾക്കാർക്ക് വരുന്ന ടൈപ്പ് അല്ല. സംബന്ധിച്ചാൽ പമ്പിൽ വെറുതെ ഇരിക്കുമല്ലേ, വണ്ടി എടുത്തപ്പോൾ നേരെ കുപ്പി എടുക്കി ഇങ്ങനെ കറക്കി. അപ്പൊ അങ്ങ് തോന്നുന്നു വീഡിയോ എടുത്തിട്ടേക്കാന്ന്. മറ്റിങ്ങനെ പ്ലാൻ എ ഇവിടെ വെച്ചു, പ്ലാൻ ബി ഇവിടെ വെച്ചു, പ്ലാൻ സി എറിഞ്ഞു. സമയം എടുത്തു. അത് എണ്ണടിക്കുവാന്ന് വേറെ തൊക്കെ കടിപ്പിച്ചിട്ട് എടാ ഇത് എടുക്ക്, ഞാൻ ഇത് എടുക്കട്ടെ. പമ്പിലുള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടിങ്ങാ. അതെ, അവിടുത്തെ മുതലാളിയൊക്കെ നല്ല ഇത്. അവർ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഇല്ലെങ്കിൽ ഒട്ടും എന്നെ കൊണ്ട് പറ്റത്തില്ല. അവർ സമ്മതിക്കത്തില്ല. കാരണം അവർ പറയും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട്. വരുന്ന ഈ പമ്പിൽ പെട്രോൾ അടിക്കാൻ വരുന്ന ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ് ചോദിക്കാറൊക്കെ ഉണ്ടോ? താങ്കൾ എനിക്കറിയോ, താൻ വിജേഷനല്ലേ എന്ന് പറഞ്ഞ സിനിമയ്ക്കാന്ന് പറയുന്ന പോലെ ഇങ്ങനെ ചോദിക്കും. ഞാൻ തന്നെയാണ്. ഹാപ്പിനെസ്. പക്ഷെ ഭയങ്കര എളിമയാണ് കേട്ടോ. കാര്യം ഞാനും പേഴ്സണലി ഇതിപ്പോൾ വ്യൂസിൻ്റെ അടുത്ത് പറയാണ്, ഞാനും ഇതുപോലെ തന്നെ ഞാൻ നാട്ടിൽ ഹോസ്റ്റലായിരുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടിട്ട് രാത്രി ഇരുന്ന് ഫുൾ ഇങ്ങനെ കണ്ടിരുന്ന് കുറേ നേരം ചിരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ പമ്പിൽ വന്നപ്പം ഞാൻ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇയാളെ. എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ. ഞാൻ എന്നിട്ട് നേരെ ചെന്ന് ചോദിച്ചു, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എവിടെയൊന്നും. ഞാൻ ചെന്ന് സംസാരിച്ചു. അപ്പം എന്നെ കാണാൻ വഴിയില്ലല്ലോ. എളിമ കൊണ്ട് വയ്യായിരുന്നു. പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു, അല്ല ഇതാ. ഞാൻ എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ആളെ തന്നെ ഞാൻ ഇന്ന് പമ്പിൽ കണ്ടേ. ഫസ്റ്റ് ആരെങ്കിലും നോട്ടീസ് ചെയ്ത മൊമെന്റ് ഓർമ്മയുണ്ടോ? തിരുവനന്തപുരത്ത് പോയപ്പോഴേക്കും ഞാൻ ചുമ്മാ നടന്നു വന്നിടത്ത് ഇങ്ങനെ പോയിട്ട് നീ അല്ലേ അക്ഷയല്ലേ അല്ല വീഡിയോ ഒന്നല്ലേ ആരുടെ ചിരിക്കുന്നത്? അതെ ഞാൻ തന്നെയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടിയല്ലേ? ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് ഇട്ടിരിക്കുന്നത് ചിരിക്കാൻ തോന്നുന്നല്ലേ? അതെ, ചിരിക്കാൻ. നല്ല ചിരിയാ, നല്ല അടിപൊളി ചിരിയാ അല്ലേ? അതിനാണ് കോംപ്ലിമെന്റ്സ് മുഴുവൻ കിട്ടിയിരിക്കുന്നത്. ആ ചിരിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതും വീഡിയോസിലൊക്കെ. എല്ലാത്തിലും നല്ലൊരു ചിരി ഉണ്ടാവും. ചിരിയാണല്ലോ മറ്റേ കലഹോണി പറയുന്ന പോലെ. മനുഷ്യന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിരിയാണല്ലോ. അതെ, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ മറന്നു പോകുന്നതും ചിരിക്കാനാണല്ലോ. ഓക്കേ. ഓയ്യോ, ഞാനൊരു നിമിഷം. ഓക്കെ, ഈ നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ആൾക്കാർ ഈ ട്രോൾ കമന്റ്സ് ഒക്കെ ഇടാറുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. ആ കമന്റ്സിനെയൊക്കെ അവർ പോലും വിചാരിക്കാത്ത രീതിയിൽ ട്രോൾ ചെയ്താണ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പൊ ബ്രോയ്ക്ക് പമ്പിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഒരു വീഡിയോ നേരെ വരുന്നു, ഇരിക്കുന്നു, ഇപ്പുറത്തൂടെ വരുന്നു, ഇരിക്കുന്നു, എല്ലാത്തിലും ഇരിക്കുന്ന കാണിക്കുന്നു. അതെങ്ങനെയാ ഐഡിയ ഒക്കെ വന്നേ? ഇല്ല, അവര് ആദ്യം കമന്റ് കണ്ടു 2 ദിവസം മുമ്പ്. ഞാൻ ചിന്തിച്ച് ഇത് റിപ്ലൈ കൊടുക്കണം വേണ്ടെന്ന് ചിന്തിച്ച് അവസാനം കൊടുത്തേക്കാം. അങ്ങനെ ഒരു ദിവസം രാവിലെ എഡിച്ച് കൊടുത്തായത്. റീച്ച് കയറി. ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് അങ്ങോട്ട് ഇട്ട് ഫോൺ കൊണ്ട് കുത്തിയിട്ട് 9 മണിക്ക് എടുത്തപ്പോഴേക്കും നല്ലൊരു അത്യാവശ്യം ലൈക്കും കയറി. കമന്റ് ആയിരുന്നു, കമന്റോട് കമന്റ്. അവസാനം അവൻ വരെ കമന്റ് ഇട്ട്. ഞാൻ പറഞ്ഞു അവൻ എന്തെങ്കിലും തെരുവിളി കയറുത്ത് കുഴപ്പമില്ല, അവര് പോസിറ്റീവ് ആയി. അവനങ്ങ് പിൻ ചെയ്ത് കിട്ടും. കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ എല്ലാ വീഡിയോസിന്റെ? പിന്നെ എല്ലാം വായിക്കാറുണ്ട്. നെഗറ്റീവ് വായിക്കും, പോസിറ്റീവ് വായിക്കും. നെഗറ്റീവ് വായിക്കുമ്പോൾ എന്താ തോന്നുക? നെഗറ്റീവ് ഒന്നും തോന്നാറില്ല. അതൊക്കെ പിന്നെ പുതിയതൊന്നും വരുന്നില്ല, എല്ലാം പഴയത് തന്നെ. സെയിം നെഗറ്റീവ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് എന്താ?
വേറെ പണിക്കോ നിർത്തിപ്പോ എന്തൊക്കെ അവർ അയക്കുന്നുണ്ട്. ഞാൻ പിന്നെ അത് കണ്ടിട്ടങ്ങ് നമ്മൾ മാറ്റി വിടുവല്ലേ. അവരോട് ഇപ്പൊ എന്താ പറയാനുള്ളത്? റിപ്ലൈ കമന്റ്സിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂലല്ലോ. നമ്മളിപ്പോ എല്ലാരും സ്നേഹിച്ച അതിനുമാതിരി ബോറായിപ്പോ. വിജയ് പറഞ്ഞാല് വെറുക്കാനും ആൾക്കാർ വേണം. അതാണ് ഒരു പോസിറ്റീവ് എനർജി മനുഷ്യനകത്തുള്ളൂ. എന്റെ അമ്മേ, കൊറേ സാധനങ്ങൾ വരുന്നുണ്ടല്ലോ. അല്ല, ഈ വീഡിയോസിന്റെ ഒക്കെ ക്യാപ്ഷൻ, പല വീഡിയോസിന്റെയും ക്യാപ്ഷൻ ഇങ്ങനെ കാണാറുണ്ട്. ഈ ലൈക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പോയിന്റ് ഓഫ് വ്യൂ രീതിയിൽ കൊടുത്തിട്ട് വീഡിയോ ചെയ്യാറുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ വരുന്ന കോട്ട്സ് ഒക്കെയാണോ ഈ കൺവേർട്ട് ചെയ്തിടുന്നത്? ഹൈലൈറ്റ്സിലൊക്കെ തന്നെ കുറേ മോട്ടിവേഷൻ വീഡിയോ, പോസിറ്റീവ് വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ എവിടുന്നാ? അതിലൊരു ഡയലോഗ് ഇല്ലേ, ആയുധക്കാൾ മൂർച്ച പേനയ്ക്കാന്ന്. ഞാനുണ്ടല്ലോ ഞാൻ മറ്റേ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓക്കെ. കാര്യം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആള് ഫുള്ള് വൈബായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ ഞാൻ ഒന്ന് സ്റ്റക്ക് ആവുന്നു. എന്നെ കളിയാക്കുന്നതാണോ എന്നൊരു സംശയം. അല്ലല്ലേ? ഓക്കെ. ഞാൻ ഹൈലൈറ്റ്സ് ഇങ്ങനെ നോക്കി പോയപ്പോഴത്തേക്ക് അപ്പോൾ ഈ 10K വ്യൂസ് തൊട്ടുള്ള എല്ലാം ഇങ്ങനെ ഞാൻ ഹൈലൈറ്റ്സിൽ കണ്ടു. 10K, 20K വ്യൂസ്, 30K വ്യൂസ്, 10K ലൈക്ക്, അങ്ങനെ കുറേ കണ്ടു. ഇപ്പൊ 270K സംതിങ് ഫോളോവേഴ്സ് ഉണ്ടല്ലേ? എന്റെ അമ്മ, എന്തൊരു ഗ്രോത്ത്! ഇത് എത്ര, ഒരു 1 ഇയർ ഗ്യാപ്പല്ലായിരിക്കും? 2 വർഷം. ഫസ്റ്റ് 2020 ചിരിക്കാത്ത വീഡിയോ വൈറലായപ്പോഴേക്കും 2000 അങ്ങാണ്ട് ഉള്ളായിരുന്നു. അതിൽ നിന്നാണ് 10K മാറി 20K ആയത്. അങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അവർ ഫോളോ ചെയ്ത് കയറി വരുന്ന ഒരു ട്രെൻഡ് സെറ്റർ ആണ് സ്വന്തമായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പൊ മറ്റേ ആ ഒരു തമിഴ് സോങ്ങിന്റെ വീഡിയോ ഒക്കെ, ആ സാധനമൊക്കെ അതും ട്രാൻസിഷൻ വീഡിയോ. അവിടെ ഒരു സാധാ വേഷത്തിൽ നിന്നിട്ട് നേരെ അടുത്ത ഡ്രസ് മാറി പോകും. എന്തിനൊക്കെ ലിപ്സിങ് ചെയ്യാ, അങ്ങനെ ഉറക്കപ്പിച്ച് ചെയ്ത സാധനം. ഈ സാധനം എവിടെന്നാ വന്നേ? ഏത് ചുമ്മായിട്ട് നോക്കിയത് അത് ക്ലിക്കാവോന്ന് അത് വിചാരിച്ചാൽ ഇത്ര എല്ലാരും അമ്മ ഇടുന്ന ഒന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ എത്തി ഞാൻ അത് ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിയത്, വെറുതെ ഇടുന്നതാ. ചെയ്ത് നോക്കിയത് സാധനം ക്ലിക്കായി. ആ വീഡിയോ എത്ര പേര് കണ്ടല്ലോ? അത് എത്ര 16 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. ഗോപി സുന്ദർ സാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോ? അതിലേക്കാണ് ഞാൻ എത്തുന്നത്. മറ്റേ വീഡിയോ അല്ലേ, തള്ളേ? അത് തന്നെ, ആ മ്യൂസിക്കിന്റെ. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല, എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. മെസ്സേജ് അയച്ചോ സാർ എന്തെങ്കിലും? ഇല്ല, ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് അയച്ചു. ഓക്കെ. അത് ചേട്ടൻ തന്നെ, ഐ മീൻ അച്ചു തന്നെയാണോ കണ്ടത് വീഡിയോ വന്നത്? അത് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ഒരുത്തൻ എനിക്ക് സ്റ്റോറി വെച്ചു, നീ ഇത് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ മറ്റേ ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അത് സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്തിട്ട് ഞാൻ സ്റ്റോറി ഇട്ട്. അതാ ഞാനും കണ്ടത് സ്റ്റോറി ഇട്ട്. പിന്നെ കുറേ പേര് ഇങ്ങനെ ചെയ്തു. മറ്റേ അശ്വിൻ ഭാസ്കർ മറ്റേ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡാൻസ് ഭയങ്കര ഇതായിരുന്നു. ഡാൻസ് ആണോ ശരിക്കും ഇഷ്ടം? പാഷൻ ആണോ ഡാൻസ്? ഇല്ല, നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. ഓക്കെ. ഡാൻസ് അതൊരു പാഷനായിട്ടല്ല, അതൊരു ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്തേ. ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നതിൽ വേറെ എന്തൊക്കെയാണുള്ളത് ഡാൻസ് അല്ലാതെ? ഡാൻസ് അല്ലാതെ കോമളത്തരം. അയ്യോ, ആക്ടിങ്. പിന്നെ എനിക്ക് എഴുത്തിഷ്ടമായിരുന്നു, എഴുതുമായിരുന്നു. ഈ പോയിറ്റിക്കായിട്ട് ഇങ്ങനെ എഴുതുമായിരുന്നു. അതാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അല്ലേ? ശരിക്കും മൊത്തത്തിൽ ഇച്ചിരി പൈങ്കിളിയാണോ? ആകണമല്ലോ, ആകാതെ ഒരു ജീവിതം ആകത്തില്ലല്ലോ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഞാൻ ഇതുവരെ അങ്ങനെ ഇന്റർവ്യൂലൊന്നും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. എങ്കിലും ചോദിക്കാം, ഒരേ നാട്ടുകാരനായോണ്ട് ചോദിക്കാലോ. അച്ചു കമ്മിറ്റഡാ? കമ്മിറ്റഡ് അല്ല. ആയിരുന്നു. ആയിരിക്കണം. പോയതല്ല, ഇനി വരാം. ഇല്ല, വരണ്ടെന്നാണ് ഇപ്പോഴും ചിന്ത. അല്ലാതെ ചില ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉള്ള ലൈനായിരുന്നു, കണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ പോയി. വിഷമമുണ്ടോ? വിഷമം നമുക്കിപ്പം കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നോട് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയില്ല, അത്രയും മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ല. എന്ത് പറയണം ഞാൻ? ചിന്തിക്ക്. ആദ്യമായിട്ടാ ഒരാളോട് ബ്രേക്കപ്പ് അതിന് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത്. അത്രയും. മീൻ എവിടെ കിടക്കുന്നത്? മീൻ എവിടാ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. മീൻ എവിടാ? മീൻ തോട്ടിൽ, കുളത്തിൽ, കടലിൽ. തോട്ടിൽ എന്ത്? വെള്ളം. ആ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി മീൻ പിടിക്കാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അതുപോലെ തന്നെ പ്രണയിക്കുമ്പം എന്തായാലും നമ്മൾ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകണം, അല്ലെങ്കിൽ ഇത് കട്ടണം. അവസാനത്തെ എന്തായാലും നടന്നില്ല, ബാക്കി 2 കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തായാലും വിഷമം വരും.
അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. കാര്യം ഇപ്പൊ വീഡിയോസിൽ ഇൻസ്റ്റയിൽ ഇപ്പൊ വരുന്ന ഈ കാണുന്ന റീലുകളിൽ പലരും ഇപ്പൊ ഓക്കെ ഫൺ കോമഡി അങ്ങനത്തെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ചില സാധനങ്ങളൊക്കെ ഭയങ്കര ഇമോഷണൽ സംഭവം ഇടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇടണം. അത് ആർക്കെങ്കിലും ഉള്ള കൊട്ടാണോ അതോ? കൊട്ടൊന്നുമില്ല. അത് പിന്നെ അവളിപ്പോൾ നല്ല ജീവിതം അഭിനയിക്കുന്നത്, അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. പിന്നെന്താ ഇനി വേണ്ടാന്ന് വെച്ചേ? പേടിയാ ഒരു വട്ടം ഇതായതുകൊണ്ടാ? അയ്യോ അതുകൊണ്ടല്ല, അത് എൻ്റെ ഒത്തെറ്റായിരുന്നു കേട്ടാ, അവളുടെ അല്ല കേട്ടാ. നിങ്ങളാരും തെറ്റിയിരിക്കില്ല, എൻ്റെ ഒത്തെറ്റായതുകൊണ്ട് എൻ്റെ ഒത്തെറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അവള് പോയി. അപ്പോഴേക്കും ഇനിയൊരു കമ്മിറ്റ്മെന്റ് ഒന്നും ഇനി കമ്മിറ്റ്മെന്റ് പേടിയാണ്. ഇപ്പോൾ പേടിയായി. ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര ഇഷ്യൂ ആണ്. തീർച്ചയായിട്ടും അത് പോയിന്റാണ്. നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നത് തന്നെ എടുത്ത് പറഞ്ഞ് കുഴപ്പമില്ലെന്ന്. പിന്നെ ഞാനെന്ത് പറയാൻ. അത് അപ്പൊ ഈ ഇമോഷണൽ വീഡിയോസും വർക്കൗട്ട് ആവാറുണ്ട്. ഇപ്പൊ രണ്ട് വീഡിയോസും രണ്ടിനും ഒരേപോലെയാണ് റീച്ച്. ചില കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അതായത് അച്ചുവിന്റെ കണ്ണ് നിറയുന്ന രീതിയിലുള്ള വീഡിയോ ഇടുമ്പോൾ താഴെ കമന്റ്, ബ്രോ കരയല്ലേ, ബ്രോ കരയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും, ബ്രോന്റെ കണ്ണ് നിറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കമന്റ്സ്. ജോക്കർ കരയാൻ പാടില്ല. ഓക്കെ, വീട്ടിലൊക്കെ ആരൊക്കെയുള്ള? അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അമ്മ, അനിയത്തി, ഞാൻ, പട്ടി. ഇത്രയും പേരുണ്ട് വീട്ടിൽ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാ. അനിയത്തി എന്താ ചെയ്യുന്നത്? അനിയത്തി MSc പഠിക്കുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ? ഹാപ്പിയാണ്. അനിയത്തി ഒന്നും കൂടെ അങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടില്ല തോന്നുന്നല്ലേ? അവൾക്ക് ഇഷ്ടമല്ല. അവളിങ്ങനെ വിഴുങ്ങിക്കാണ്ട് ഞാൻ വീഡിയോയിൽ വരുന്നില്ല. കുറെ പേര് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഈ വീഡിയോസ് ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കണ്ടിട്ടുള്ളത് അവർ ഫാമിലിയും കൂടി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇത് പക്ഷെ അങ്ങനത്തെ വീഡിയോസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. വീട്ടിൽ അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ? അച്ഛൻ പണിക്ക് പോകും. അമ്മ ഇപ്പോൾ ഇവിടെ കറന്റ് ഇവിടെ നാട്ടിലില്ല. അമ്മ ജോലി ചെയ്യാം കോഴിക്കോട്. അനിയത്തിക്ക് പിന്നെ അവൾ വിളിച്ചാൽ അവള് വരത്തില്ല. പിന്നെ ആകെയുള്ള അച്ഛാമ്മ എന്റെ മോനെ എനിക്ക് വയ്യേ. ഞാൻ പറഞ്ഞു ശരി ഇരുന്നു, ഞാൻ ചെയ്തോളാം. ഇവരെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടും. അച്ഛൻ്റെ ഒരു പാട്ടിന്റെ ഒരു വീഡിയോ ഉണ്ട്, അമ്മയുടെ ഒരു വീഡിയോ ഉണ്ട്. ഇടയ്ക്ക് കൊണ്ട് കാണിക്കാറുണ്ടോ ട്രെൻഡിങ്? അമ്മ എന്റെ ഈ വീഡിയോ റീച്ച് ആയി അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ വീഡിയോ കണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരാ ഏറ്റവും കൂടുതൽ? വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇത് വേണ്ടായിരുന്നു. അമ്മ പറയും ഇനി എന്താണ് അങ്ങനെ ചെയ്തത്? ഞാൻ പറയും ഇതൊരു രസമല്ലേ, എന്നാലും അങ്ങനെ ചെയ്യണ്ട. നീ ആ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ എന്ത് ബാക്ക്ഗ്രൗണ്ട് അവർക്കെല്ലാം അറിയാം. ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഒരു കാര്യമില്ല, കുഴപ്പമില്ല. ഇപ്പം അതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത്. പുതിയ വീഡിയോ പിടിക്കും, തേച്ചല്ലേ, വൈറ്റ് വാഷ് അടിച്ചിട്ടല്ലേ, വീട് കാണിക്കും. ഞാൻ പറഞ്ഞു സമീപനം പാലിക്കുക. ഹോം ടൂർ ഹോം ടൂർ ഇനി കുറച്ചുകൂടെ പണിയും കൂടെ ഉണ്ട്. കുറച്ചുകൂടെ പണിയുണ്ട്. വീടിന്റെ സൈഡും കൂടെ തേക്കാനൊക്കെ ഉണ്ട്. ബാത്റൂമിന്റെ പണി കഴിഞ്ഞു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം പെൻഡിങ് ആണ്. എന്താ പഠിച്ചതൊക്കെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി. പഠിച്ചത് 5ാം ക്ലാസ് വരെ സ്റ്റേറ്റിലായിരുന്നു. 6 തൊട്ട് 12 വരെ നവോദയ വിദ്യാലയം, ജവനവോദയ വിദ്യാലയമായിരുന്നു. 10 വരെ ചെന്നിത്തലയിലും 11ഉം 12ഉം കോട്ടയത്തും വടവത്തൂർ. എല്ലാം പലയിടത്താല്. ഇപ്പൊ ലാസ്റ്റ് ആലപ്പുഴ. ഇപ്പൊ ആലപ്പുഴ അമ്പലപ്പുഴ നമ്മുടെ കോളേജിൽ, ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞ്. ഡിഗ്രി ഏതായിരുന്നു? PG. ഡിഗ്രി ഏതാ സബ്ജക്ട്? ബികോം കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞ് PG അവിടെ തന്നെ എടുത്ത്. PG ഫെയിൽഡായി, പിന്നെ നോക്കിയില്ല. ഞാൻ കൂളായിട്ടങ്ങ് പറഞ്ഞു. ഞാനിങ്ങനെ എന്നിട്ട് പക്ഷെ നല്ല ലാംഗ്വേജ് ഉണ്ടെന്നോ, നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല. അത് പിന്നെ കാണുമല്ലോ, അതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റി. ആ വീഡിയോ ഞാൻ കണ്ടു. അതിലേക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാനിങ്ങനെ റൂട്ട് തിരിച്ച് വരുന്നത് ഇങ്ങനല്ലേ നേരിട്ട് എന്തായാലും നേരിട്ട് പിടിക്കുന്നത്. ഇങ്ങനെ അതാണല്ലോ ഇതിനൊക്കെ ഒരു കീഴ്വഴക്കങ്ങൾ. ഇവിടെ നീ കസേരയിൽ ഉൾപ്പെടെ കേൾക്കേറ്റവും. ഓക്കെ, നമുക്ക് അതിലേക്ക് കടന്നു വരാം. ഇംഗ്ലീഷ് അത് ഒരാൾക്കൊരു മറുപടി കൊടുത്തല്ലേ സംസാരിച്ചത്? ഇന്ത്യയിലെ ഏറ്റവും പ്രശ്നം ഒരു പ്രശ്നമല്ല പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം പുതിയൊരു ലാംഗ്വേജ് അറിയുക, അത് നമുക്ക് അറിയണ്ട. കാരണം ആൾക്കാർ എല്ലാവർക്കും നമ്മുടെ സെയിം ലാംഗ്വേജ് തന്നെ അറിയണമെന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന വെച്ചാൽ ഭയങ്കര എന്തോ ഇല്ല സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി അത്ര അല്ല ഇത്. അത് ജസ്റ്റ് ഒരു ലാംഗ്വേജ് ആണ്. അത്രേ ഉള്ളൂ. നമ്മൾ ലാംഗ്വേജ് ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പോഴും ഇന്ത്യയിൽ ഇപ്പം ആരെങ്കിലൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഭയങ്കര അവര് വലിയ സംഭവമാണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ അപ്പിയറൻസ് വെച്ച് ജഡ്ജ് ചെയ്യുന്ന പോലെ? ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും നമ്മൾ ആൾക്കാർ അങ്ങനെ അങ്ങനെ കാണാം, അപ്പിയറൻസ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മളത് മൈൻഡ് ആയിട്ടിരിക്കുക. മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ആ കമൻസ് തന്നെ ഇപ്പം പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും വരുന്നതിൽ പോസിറ്റീവായിട്ട് മറ്റേ ബ്രോ കണ്ടന്റ്, മറ്റേ ടിക്ക് മാർക്ക്. അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പം നിങ്ങളുടെ കോസ്മെറ്റിക്സ് വിറ്റു പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആണോ അല്ലേ? ആയിരിക്കുന്നില്ല, നിങ്ങളുടെ ഫേസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്യാമറ സൂം ചെയ്യും. ഇട്ടിട്ടുണ്ട്, തർക്കിക്കുന്നില്ല. കണ്ട, അതാ ഞാനും പറഞ്ഞത്.
ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് കിറ്റ് വന്നത്. കാരണം എന്താ, ഫെയർ ആൻഡ് ലവ്ലി കാണിച്ചിട്ടുണ്ട് കറുപ്പിൽ നിന്നും വെളുപ്പിലോട്ട് പോകുന്ന ഫസ്റ്റ് ആഡ്. അതിപ്പോൾ ഇല്ല. പിന്നെ ഫെയർ എന്നുള്ള വേർഡ് അവരുടെ മാറ്റിയല്ലോ. ഇപ്പം ലവ്ലി മാത്രമേ ഉള്ളൂ, ഗ്ലോബ്സ് നീങ്ങാണ്ട്. അപ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. കറുപ്പെന്ന് വെച്ചാൽ എന്തോ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഫെയർ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ നമ്മൾ ഈ പറയുന്ന ഈ തൊലി വെളുത്തിട്ട് കാര്യമില്ലല്ലോ, മനസ്സും കൂടെ നന്നാണ്ട്. കറക്റ്റ് ലുക്ക് മേക്കപ്പ് ഇട്ട് എത്ര ഈ ലെയേഴ്സും ഈ എല്ലാം ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. അകത്ത് നമ്മൾ അവസാനം നമ്മളിതെല്ലാം അടിച്ച് ഫ്രണ്ട് ഒരു രാത്രി പോയി കണ്ണടി മുമ്പ് നിൽക്കുന്നിടത്ത് നമ്മൾ അത്രേ ഉള്ളൂ. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ഇങ്ങനെയാണെന്ന്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല, മേക്കപ്പിൻ്റെ ആവശ്യമില്ല. ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്? ഇല്ലല്ലേ, ഇഷ്ടമല്ല. ഞാൻ അതിലേക്ക് വരാം, അടുത്ത പോയിന്റ് അതിലേക്ക് വരാം. ഞാൻ ഫസ്റ്റ് കാണുന്ന അച്ചുവിൻ്റെ വീഡിയോ, ഫസ്റ്റ് ഞാൻ കാണുന്നതെന്ന് പറയുന്നത് ഒരു ഓൺ വോയിസ് ഒരു പാട്ട് പാടുന്ന വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ പറയുന്ന പാക്കാതെ നേരത്തിൽ അതൊന്നുമല്ല ഞാൻ കാണുന്നത്. ഞാൻ ആദ്യം കാണുന്ന കണ്ടന്റ് അതാ. ഒരു സാധനം അതിനകത്ത് ഇങ്ങനെ വിയർത്ത് കുളിച്ച് അത് ക്യാമറ ഒക്കെ പിടിച്ചിരിക്കുക, ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതന്നെ FB ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഫോൺ ഇങ്ങനെ താത്തി പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് വിയർത്ത് കുളിച്ച് നിന്ന് ഇങ്ങനെ നിന്നിട്ടാണ് ഒരു പാട്ട് പാടുന്ന ഒരു വീഡിയോ. ആ സാധനമാണ് ഞാൻ ആദ്യം കാണുന്നത്. മേ ബി അതിന് ഇപ്പൊ ഈ പറഞ്ഞ ആ വീഡിയോ അത്രയും റീച്ച് ഉണ്ടാവത്തില്ല, പക്ഷെ ഫസ്റ്റ് ആ സമയത്തിന് അത് നല്ല റീച്ച് ആയിരുന്നു, നല്ല റീച്ച് ആയിരുന്നു. ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആരാ? സപ്പോർട്ട് ചെയ്തത് ഫ്രണ്ട്സാണ്. വീഡിയോ ഒക്കെ അത് കഴിഞ്ഞ് വീട്ടുകാരെ സപ്പോർട്ടായി തുടങ്ങി. വീട്ടുകാരും സപ്പോർട്ട് അങ്ങനെ അവരെ കുറ്റം പറഞ്ഞില്ല. പിന്നെ ആർക്കാലും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയൊരു ഇതാണ്, വീട്ടുകാർക്ക് അത് കാണുമല്ലോ. ആദ്യം ഫസ്റ്റ് തുടക്കത്തിൽ അപ്പോൾ ഈ വീഡിയോ മാത്രം ഞാൻ മേടിക്കും, തുടക്കമൊന്നും റീച്ച് ആകാത്തതുകൊണ്ട് അവരിപ്പോഴും പറയും എന്തിനാടാ ഇത്, ജോലിക്കൊക്കെ പോകും എന്നൊക്കെ പറയും. ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ആരാ മെട്രോ കുട്ടി? ഹൈലൈറ്റ്സിൽ നിന്ന് ബുക്ക് ചെയ്താ മെട്രോ കുട്ടി എന്ന് പറഞ്ഞ എന്നെ ഹൈലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. മെട്രോയിൽ എൻ്റെ കൂടെ പഠിച്ച് എന്നെ അറിയാവുന്ന എൻ്റെ വീഡിയോ കാണുന്ന കുട്ടി ഈ മെസ്സേജ് ഈ സ്റ്റോറി കാണുകയാണെങ്കിൽ റിപ്ലൈ തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഉണ്ട് എൻ്റെ ഹൈലൈറ്റിൽ. ഇതൊന്നും നോക്കാറില്ല. ഇട്ട് ഞാൻ അത് കളയണമെന്ന് ശരിയാത്തില്ല. ഇത് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എന്നെ പോലെ? ശരിയല്ലേ? എന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഇൻസിഡൻറ്റ്. അപ്പോൾ ഇനി ഓർമ്മ വരുന്നുണ്ടോ എന്ന് പറയാം. ഏതോ ഒരു ഫ്രണ്ട് എന്തോ മെട്രോയിൽ പോയപ്പോൾ അടുത്തിരുന്ന കുട്ടി അച്ചുവിൻ്റെ വീഡിയോ തന്നെ നോക്കുന്ന ഹൈലൈറ്റ്സിൽ നിന്ന് കിട്ടിയതാ. ഞാൻ അക്കൗണ്ടിൽ കയറി ഫുള്ള് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. മൊത്തം മാക്സിമം അരിച്ചു പറക്കാൻ പറ്റുന്ന അരിച്ചു പറക്കിയിട്ടുണ്ട് നല്ല പോലെ. അങ്ങനെ ഏതോ ഒരു ഫ്രണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ കൂടെ പഠിച്ച കുട്ടി വീഡിയോ നോക്കുന്ന കണ്ടു. എന്നിട്ട് ആ കുട്ടി വന്നോ, സംസാരിച്ചു, റിവീൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഫാൻ മൊമെന്റ്സ് ആയിട്ട് ഒത്തിരി ഉണ്ട്. എല്ലാം അതിൽ ഒത്തിരി പേരുണ്ട്. അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആദ്യം ഡൗട്ട് ചോദിക്കും. വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ കോലൊന്നും അല്ലല്ലേ, വേറെ അലമ്പ് പോലെ ആയിരിക്കും. പഴയ ഒരു ഷർട്ട് ഒരു പാൻറ്റും ഒക്കെ ഇട്ട് വള്ളിച്ചിരവൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ടാസ്ക് വരട്ടെ. ഒരു ഇമാജിനറി ഗേൾ ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കില്ല, ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമുണ്ടോ ഞാൻ ഞാനെങ്കിൽ ഞാൻ ഈ പറയുന്ന എക്സ്പ്രഷൻസ് ഒക്കെ മിന്നി മറിയിച്ചുകൊണ്ടൊന്ന് പ്രപ്പോസ് ചെയ്തേ, പാട്ടോ അല്ലാതെയോ എങ്ങനെ വേണേലും. അതുകൊണ്ട് ഞാനായോ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ആണ് ഇമാജിൻ ചെയ്താലും മതി. ഇത്ര എക്സ്പ്രഷൻസ് അല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രേമം, ക്യൂട്ട്നെസ് എല്ലാം കണ്ടോ ആ രീതിയിൽ ഒരു പ്രപ്പോസൽ. എന്തായാലും പ്രണയത്തെ പറ്റിയും പ്രേമത്തെ പറ്റിയും ഒരുപാട് കോണ്ടന്റ്സ് എന്നാണ് പറയുന്നത്. അതൊന്നും എനിക്കറിയാം. ഒരുപാട് ഒരു ഇൻസ്റ്റയിൽ ഹൈലൈറ്റ്സിലാണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ കോണ്ടന്റ്സ്. ഇപ്പോൾ വിജയുടെയും ധനുഷിൻ്റെയും ഒക്കെ സ്റ്റാറ്റസ് വീഡിയോ തൊട്ടങ്ങോട്ട് ഇഷ്ടംപോലെ കോണ്ടന്റ്സ് ലവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും എഴുതുന്ന ആള് എന്തായാലും പ്രേമം സംഭവങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നതാണ്. എക്സ്പ്രഷൻസിലും ഒക്കെ ഈ പറഞ്ഞ ക്യൂട്ടും റൊമാൻസും എല്ലാത്തിലും മറ്റേ പോയിന്റ് ഓഫ് വ്യൂ വെൻ ഷീ സോ മീ അല്ലെങ്കിൽ വെൻ ഐ സോ ഹർ ഫോർ ദ ഫസ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ടല്ലോ. പോരട്ടെ, അതങ്ങനെയാണ് എന്നല്ലേ. ഞാൻ ഇങ്ങനെ എടുത്ത് എന്തോ എന്തോ ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്താന്ന് വെച്ചാൽ പോരെ. ചെറുപ്പം തൊട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് വലുതാകുമ്പം അവരുടെ കൈവെള്ളകളിൽ ലോകം കാണണമെന്ന്. ചെറുപ്പം തൊട്ടൊന്നും അത്ര ആഗ്രഹമില്ല എനിക്ക്. പക്ഷേ കുറച്ച് നാളായി എൻ്റെ ഈ കൈകളിലും ഒരു ലോകം വേണമെന്നുള്ള എന്നെ ആഗ്രഹിക്കുന്നു. ആ ലോകം ഉദ്ദേശിച്ചത്
ശ്ശേ, എനിക്ക് വയ്യ. കിങ്ങിണി ലോകം. അതും കൂടെ ബാക്കിയുള്ളായിരുന്നു. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ട് വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ? ഏതെങ്കിലും പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇതെനിക്കൊരു ട്രാൻസ്ലേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ലൈക്ക് നല്ല ഡ്രസ്സ് ചെയ്ത് നല്ലുടുപ്പിട്ട് ഡാൻസ് ചെയ്യാം, ചീത്തയല്ല അത് കാണാറുണ്ട്. അല്ല, അങ്ങനല്ല, പൊതുവേ നമ്മുടെ ഇൻസ്റ്റയിൽ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ മറ്റേ പല പല ഡ്രസ്സ്, ഗെറ്റ് റെഡി വിത്ത് മീ, അങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ചെയ്യണം എന്ന് തോന്നാറുണ്ട്. 2 പാൻറ്, 2 ഷഡ്ഡി, 3 ഷർട്ട്, 2 നിക്കർ, 1 ബനിയൻ. അതുള്ള ഞാൻ എന്തിനാ ഇത്രയായിട്ട് ട്രാൻസിഷൻ ആകെ ഉള്ള അതും കയറി മാറിയിടുന്നു. ഞാൻ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നു? അതൊന്നും ആവശ്യമില്ല. കാണാൻ തന്നെ ഭയങ്കര രസമാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. കള്ളം കണ്ട മുതുക്കി പറഞ്ഞ കള്ളം കണ്ട. ഇത് ഞാൻ കള്ളമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിൽ നേരിട്ട് കാണുന്നു. ഇതിനൊക്കെ മുന്നേ എത്ര മാസങ്ങൾക്ക് മുന്നേ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞത് ചേട്ടാ അടിപൊളി വീഡിയോ ആണ് പറഞ്ഞ ആളല്ലേ ഞാൻ. അപ്പോൾ അത് കള്ളമാണോ? അല്ല. ചിരിയും എക്സ്പ്രഷനും മാത്രം മതി, വേറെ ഒരു സാധനവും വേണ്ട. അത് തന്നെ സെറ്റാണ്. ഇനിയും ഒരുപാട് അടിപൊളി 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 കണ്ടന്റ് വരട്ടെ. ഇനി എൻ്റെ ഒരു ആഗ്രഹമാണ്, ഇത് കഴിയുമ്പോഴത്തേക്ക് എനിക്കങ്ങനെ വലിയ ഡാൻസൊന്നും കളിക്കാൻ അറിയാൻ പാടില്ല. എന്നെ 1-2 കുഞ്ഞു സാധനമൊക്കെ പഠിപ്പിച്ചിട്ട് എൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കണേ. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പം ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടാ? പിന്നെ കുഴപ്പമില്ലല്ലോ. അവരെന്നെ നമ്മളെ കയറി കയറ്റരുന്നു. അതൊന്നുമില്ല, എല്ലാം ഭയങ്കര ജെന്യൂൻ സംഭവങ്ങളാണ് പറഞ്ഞത്. എൻ്റെ ഞാൻ പറഞ്ഞ ടാസ്കിൻ്റെ കാര്യമില്ല, അല്ലാതെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ ഭയങ്കര ജെന്യൂനായിട്ട് ഞാൻ പറയാം, നല്ല അടിപൊളിയായിട്ട് വരട്ടെ. ഇനിയും നല്ല നല്ല കണ്ടൻസ് ഒക്കെ വരട്ടെ. ഇപ്പോൾ ഈ ഒരു 270K ഫോളോവേഴ്സിൽ നിൽക്കുന്ന ആളിന് 1 മില്യൺ അടിക്കട്ടെ. അപ്പോഴും എനിക്ക് തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ പറ്റട്ടെ. നല്ല സിനിമകളിലും ഒക്കെ വരട്ടെ. ഇപ്പോൾ പാടിയ പാട്ടൊക്കെ ആണെങ്കിലും എല്ലാം ലൈക്ക് ടെലികാസ്റ്റ് ചെയ്യാവുന്ന രീതിയിലോട്ട് അതൊക്കെ നല്ലൊരു വളർച്ച ഉണ്ടാവട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ് മീ. താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. ഓക്കെ ബൈ.